നമ്മുടെ പാറ്റിന് എല്ലാ വർഷവും പാറ്റ് അവാർഡ് ഉണ്ട്. പാറ്റ് അവാർഡ് കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് പാറ്റ് അവാർഡ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡിന് ശേഷമാണ്, കഴിഞ്ഞ 3 വർഷമായിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ സ്ട്രെങ്ത് മുഖ്യധാരയിലേക്ക് നമ്മൾ വരികയും സമൂഹ മാധ്യമങ്ങളിലുള്ള, അതായത് നമ്മുടെ മികച്ച എഴുത്തുകാർ, മികച്ച സാമൂഹിക പ്രവർത്തകർ, മികച്ച ശാസ്ത്രജ്ഞർ, മികച്ച പേഴ്സണാലിറ്റി, അതായത് നമ്മളിലേക്ക് ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്ന വ്യക്തിത്വങ്ങൾക്കൊക്കെ നമ്മൾ പാറ്റ് അവാർഡ് നമ്മൾ നൽകുന്നുണ്ട്. നമ്മുടെ പാറ്റ് അവാർഡിന് തുക എന്ന് പറഞ്ഞാൽ 10,001 രൂപയാണ് പാറ്റ് അവാർഡ് നമ്മൾ നൽകുന്നത്. നമ്മൾ ഇപ്രാവശ്യത്തെ പാറ്റ് അവാർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാറ്റിന് ആദ്യം പാറ്റ് വൈജ്ഞാനിക പുരസ്കാരം നമ്മൾ നൽകുന്നുണ്ട്. അത് നമ്മുടെ ആദരണീയനായിട്ടുള്ള നമ്മുടെ കോട്ടയം MG യൂണിവേഴ്സിറ്റിയിലെ സാബു സാറാണ് നൽകുന്നത്. ശാസ്ത്ര വിഭാഗത്തിലേക്ക് വൈജ്ഞാനിക പുരസ്കാരം. രണ്ടാമത്തത് പാറ്റ് ശാസ്ത്ര പുരസ്കാരം ഇപ്രാവശ്യം അർഹയായിട്ടുള്ള ഡോക്ടർ ഹണി ജോൺ ആണ്. ഹണി ജോൺ കുസാറ്റിലെ നമ്മുടെ റബ്ബർ ടെക്നോളജി ആൻഡ് പോളിമർ എഞ്ചിനീയറിംഗിന്റെ പ്രഗത്ഭയായ ശാസ്ത്രജ്ഞയാണ്. അപ്പോൾ മേവനെയാണ് ഇപ്രാവശ്യം കുസാറ്റിലെ പിന്നെ നമ്മുടെ ശാസ്ത്ര പുരസ്കാരം നൽകി നമ്മൾ ആദരിക്കുന്നത്. പിന്നെ പാറ്റിനുള്ളത് ഗുരുശ്രേഷ്ഠ പുരസ്കാരമാണ്. പ്രീവിയസ് ഇയറിൽ നമ്മൾ ഗുരുശ്രേഷ്ഠ പുരസ്കാരം നമ്മൾ നൽകി ആദരിച്ചത് നമ്മുടെ സംസ്കൃത സർവകലാശാല VC ആയിരുന്ന അഡാട്ട് സാറിനെയായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഗുരുശ്രേഷ്ഠ പുരസ്കാരം നമ്മൾ നൽകുന്ന ഡോക്ടർ C രാവുണ്ണിക്കാണ്. സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ, സാഹിത്യ മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളെ അനുസ്മരിച്ചാണ് നമ്മൾ നൽകുന്നത്. പാറ്റ് സുഗതകുമാരി, ഈ പാറ്റ് എന്ന് പറഞ്ഞാൽ സുഗതകുമാരി ടീച്ചർ 15 വർഷം മുമ്പ് ഇൻസ്പിറേഷൻ നൽകിയിട്ടാണ് നമ്മൾ ഈ പാറ്റ് പ്ലാന്റേറ്റ് എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ ആരംഭിച്ചത്. അവിടെ ഇപ്രാവശ്യത്തെ പാറ്റിന്റെ സുഗത പുരസ്കാരം പോകുന്നത് വിജയലക്ഷ്മി മേവിനാണ്. പാറ്റിന്റെ കവയത്രി പുരസ്കാരം പോകുന്നത് വിജയലക്ഷ്മി മേവിനാണ്. പിന്നെ നമ്മളുടെ ഇടയിൽ ധാരാളം എഴുത്തുകാർ, ധാരാളം ആളുകളുണ്ട്. പക്ഷെ നല്ല മലയാളത്തിൽ വളരെയേറെ നന്നായിട്ട് മലയാള ഭാഷയെ അത് ഉൾക്കൊള്ളുന്ന ആ ഒരു തീവ്രതയോടുകൂടിയിട്ട്, അത് ആ ഒരു കാഴ്ചപ്പാടോടുകൂടി പിന്നെ മുഖ്യധാരയിലേക്ക് അല്ലെ സൃഷ്ടികളുടെ രചന നടത്തുന്ന ആൾക്കാർ വളരെ തുറവും വിരളമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മുടെ പാറ്റ് നല്ല മലയാളം പുരസ്കാരം ഡോക്ടർ അജയ്കുമാർ സാറിനാണ്. അദ്ദേഹം സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറൊക്കെ ആയിരുന്നു മുൻപ്. പിന്നെ പാറ്റിന് ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊരു അവാർഡുണ്ട്. അതായത് നമ്മള് സ്കൂൾ കോളേജ് തലങ്ങളിൽ നമ്മളൊരു സർവേ നടത്തും. ഏത് വ്യക്തി നമ്മൾ 5-6 പേരുകൾ കൊടുക്കുമായിരിക്കും. അതിൽ ഏത് വ്യക്തിത്വമാണ് നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിത്വം എന്നുള്ളത് നമ്മുടെ സർവേയിൽ, ആ സർവേ ബേസ്ഡാണ് നമ്മൾ വരുന്നത്. അപ്പൊ അത് മിക്കവാറും എഴുത്ത് മേഖല, സിനിമാ മേഖല, സാംസ്കാരിക മേഖല, അങ്ങനെയുള്ള മേഖലകളാണ്. ഇപ്രാവശ്യം ആ പുരസ്കാരം വന്നിരിക്കുന്ന ഡോക്ടർ ശശി തരൂരിനാണ്. അദ്ദേഹത്തിന്റെ ജനങ്ങളിൽ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തിനോടുള്ള അഗാധമായ പാണ്ഡിത്യം, അതൊക്കെ മുൻനിർത്തിയാണ് നമ്മളല്ല, അത് ഒരു എന്താ പറയുക, പൊതുജനങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്. ഡോക്ടർ ശശി തരൂരിനാണ് ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഒരു വ്യത്യസ്തമായ അവാർഡാണ് പാറ്റ് എന്റർപ്രൈസസ് ഫോർ സോഷ്യൽ ഗുഡ്നസ് അവാർഡ്. അതായത് നമ്മുടെ സമൂഹത്തിൽ ധാരാളം ബിസിനസ് ഓൺടർപ്രണേഴ്സ് പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ സമൂഹ നന്മയ്ക്ക് ചാരിറ്റി വർക്കുകളൊക്കെ ധാരാളം ആളുകൾ ചെയ്യുന്ന ഒത്തിരി പിന്നെ ബിസിനസ് എംപ്ലോയീസ് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിലെ പാറ്റിന്റെ കാഴ്ചപ്പാടില്ല. തീർത്തും ഈ ഗോപാലനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു ചിട്ടി കമ്പനി ആരംഭിച്ചിട്ട് ഇന്ന് ഇന്ത്യയിൽ ഉടനീളമുള്ള ഏറ്റവും വലിയ പ്രൈവറ്റ് ഫിനാൻസ് സ്കീമിലേക്ക് മാറിയിരിക്കുകയാണ്. അതുവഴി അവർക്ക് ധാരാളം സ്കീമുകളൊക്കെ ഉണ്ട്. അതുവഴി ഒരു ആൾക്ക് നമുക്കിപ്പോൾ ഒരു ബാങ്കിലേക്ക് ഒരു ലോണിന് വേണ്ടി ഒരു ചെറിയൊരു സംരംഭനെ സംബന്ധിച്ചോളം അവർ ചെല്ലുകയാണെങ്കിൽ ധാരാളം നൂലാമാലകൾ, എത്രമാത്രം നൂലാമാലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അത് അവർ കുറച്ചുകൂടി ലളിതമായ വ്യവസ്ഥയിൽ അവർ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇദ്ദേഹം ധാരാളം ഈ എന്താ പറയുക, നമ്മുടെ ഇവിടെ എല്ലാ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആണെങ്കിലും ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് പാല് കൊടുക്കുക, പച്ചക്കറി കൊടുക്കുക. ഇതിലെ പിന്നെ ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും മികച്ച കുടുംബശ്രീയായിട്ട് പാറ്റ് തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ രണ്ടാമത്തെ മികച്ച കുടുംബശ്രീയായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മുളക്കുളം ഗ്രാമപഞ്ചായത്താണ്, കോട്ടയം ജില്ലയിലെ മുളക്കുളം ഗ്രാമപഞ്ചായത്ത്. പിന്നെ മികച്ച ഹരിത കർമ്മസേന പുരസ്കാരം പോയിരിക്കുന്നത് ചോറ്റാനിക്കര പിന്നെ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾക്കാണ്. എന്നുവെച്ചാൽ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലുള്ള പുരസ്കാരം നമ്മൾ അവർക്ക് നൽകുന്നത്. പിന്നെ പാറ്റ് അറിയാതെ നമ്മൾ പ്ലാസ്റ്റിക്കിന് അഗേൻസ്റ്റ് ആയിട്ട് ഫംഗ്ഷൻ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. നമുക്ക് പാറ്റ് അവാർഡ് പ്രഖ്യാപനത്തിന് വേണ്ടി നമ്മൾ നോട്ടിഫിക്കേഷൻ കൊടുത്തപ്പോഴത്തേനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് 5,973 രചനകളാണ് നമുക്ക് വന്നത്. അത് വലിയ കാര്യമാണ്. നമ്മൾ വലിയ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അവാർഡ് കമ്മിറ്റിയിലൊക്കെ നമ്മൾ അന്വേഷിച്ചതിന് 300, 400, 500 അത്രയൊക്കെ വരാം. പക്ഷേ ഈ നവാഗതനായ എഴുത്തുകാർ നമ്മുടെ പത്മനാഭ സാർ പറഞ്ഞ പോലെ കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ കവിത എഴുതുന്ന ആളുകളാണ് പറഞ്ഞത്. പിന്നെ പരിസ്ഥിതി സൗഹാർദ്ദ വിദ്യാലയം, അതായത് അത്
നമ്മൾ വടകരയിലുള്ള ഒരു സ്കൂളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സെന്റ് ജോൺ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ വടകര. അത് എറണാകുളം ജില്ലയിലെ സ്കൂളാണ്. ഇലനി സെന്റ് ഫിലോമിനാസ് പബ്ലിക് സ്കൂളാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ വെന്യൂ ഓർഗനൈസ് ചെയ്യുന്നത്. നമ്മുടെ